വ്യൂവേഴ്സ്, എല്ലാവർക്കും ദിജോസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കുന്നത് നമ്മുടെ കമൻസിൽ വന്ന് എല്ലാവരും ചോദിക്കുന്ന ഒരു കാര്യത്തെ പറ്റിയിട്ടാണ് കേട്ടോ. മുസ്ലിംസ് ആയിട്ടുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഏറ്റവും വലിയ പുണ്യമായിട്ടുള്ള ഒരു മാസമാണത്. എല്ലാവരും കൃത്യമായിട്ടും നിഷ്ഠയോട് കൂടിയിട്ടും വ്രതമെടുക്കുന്ന സമയമാണ്. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം, അതും പ്രഗ്നൻസി ട്രൈ ചെയ്യുന്ന സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് സംശയങ്ങളിലൂടെ അവർ കടന്നു പോകുന്ന മാസമാണത്. അവർക്ക് ഫാസ്റ്റിംഗ് ചെയ്യാമോ, ചെയ്യുന്നുണ്ടെങ്കിൽ ഫാസ്റ്റിംഗ് കഴിഞ്ഞിട്ട് എന്തെല്ലാം ഫുഡാണ് കഴിക്കുന്നത്, അല്ലെങ്കിൽ ഫാസ്റ്റിംഗ് എടുക്കുന്നതോടൊപ്പം തന്നെ പ്രഗ്നന്റ് ആകാൻ വേണ്ടിയിട്ട് എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്, ഇതെല്ലാം ഒരുപാട് പേര് നമ്മുടെ കമന്റ്സിൽ വന്ന് ചോദിക്കുന്നുണ്ട്. അപ്പൊ അതെല്ലാം നമുക്ക് 1 by 1 ആയിട്ട് നമുക്ക് നോക്കാം, എന്തൊക്കെ സംശയമാണ് അവർക്കുള്ളതെന്നും. അതുപോലെ തന്നെ ഈ ഒരു പുണ്യമാസത്തിൽ പ്രഗ്നന്റ് ആകാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്ന് നമുക്ക് നോക്കാം. വീഡിയോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. വ്രതം എടുത്തു തുടങ്ങുന്ന സമയത്തെ പറ്റിയിട്ടും ഫുഡ് കഴിച്ചിട്ട് നമ്മളത് ബ്രേക്ക് ചെയ്യുന്ന സമയത്തെ പറ്റിയിട്ടും കൂടുതലായിട്ട് പറയാനായിട്ട് എനിക്കറിയില്ല കേട്ടോ. പക്ഷെ ഒരുപാട് പേര് ചോദിക്കുന്ന ഒരു കാര്യമാണ്, ഓവുലേഷൻ നടക്കുന്ന സമയത്ത് നമ്മൾ വ്രതം എടുക്കുന്നത് കൊണ്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്നോ പറ്റിയിട്ട്. ഒരുപാട് പേര് പറയുന്ന ഒരു കാര്യമാണ്, ഈ വ്രതം എടുക്കുന്ന സമയത്ത് നമ്മൾ ഒരുപാട് എനർജറ്റിക് ആയിട്ടുള്ള ഒരു അവസ്ഥയിലോട്ട് നമ്മൾ എത്തും. ഒരുപാട് പേര് അങ്ങനെ എക്സ്ട്രീം ആയിട്ട് ടയേർഡ് ആവാറില്ല. ഇപ്പോൾ പുറത്ത് ജോലിക്ക് പോകുന്നവരൊക്കെ ആണെങ്കിൽ ടയേർഡ് ആവാനായിട്ടുള്ള ചാൻസ് കൂടുതലാണ്. വെയിലത്ത് ഒരുപാട് നേരം പണിയെടുക്കുമ്പോഴേക്കും ചിലപ്പോൾ ടയേർഡ് ആവാനായിട്ടുള്ള ചാൻസ് കൂടുതലാണ്. മറ്റുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ വീട്ടിലിരിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു കംഫർട്ട് ആയിട്ടുള്ള ഒരു സോണിൽ നിന്ന് നമ്മൾ ജോലി ചെയ്യുകയാണെങ്കിൽ, അങ്ങനെയുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ ടയേർഡ് ആവാനായിട്ടുള്ള ചാൻസസ് കുറവാണ്. മറ്റുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ ഒരുപാട് എനർജറ്റിക് ആവാനായിട്ടും ഈ ഒരു സമയത്ത് ചാൻസ് ഉണ്ട്. ഓവുലേഷൻ നടക്കുന്ന സമയത്തും ഓവുലേഷൻ കഴിഞ്ഞിട്ടുള്ള സമയത്തും നമ്മൾ എനർജറ്റിക് ആവുന്നത് നമ്മുടെ കൃത്യമായിട്ട് ബ്ലഡ് സർക്കുലേഷൻ വർദ്ധിക്കുന്നതിനും നമ്മുടെ സ്ട്രെസ് റിഡ്യൂസ് ആകുന്നതിനും സഹായിക്കുന്നുവെന്ന് ഒരുപാട് പഠനങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരുപാട് ഡോക്ടേഴ്സ് ഈ ഒരു ഫാസ്റ്റിങ്ങിനെ റെക്കമെൻഡ് ചെയ്യുന്നുണ്ട്. ഒരുപാട് പഠനങ്ങളും ഇതിന്റെ പുറകിൽ നടത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ഓവുലേഷൻ നടക്കുന്ന സമയത്ത് നിങ്ങൾ ഫാസ്റ്റിംഗ് ചെയ്യുന്നതിന് യാതൊരു തരത്തിലുള്ള ഒരു ബുദ്ധിമുട്ടും ഇല്ല കേട്ടോ. അടുത്തതായിട്ട് എല്ലാവരും ചോദിക്കുന്ന കാര്യമാണ്, ഇംപ്ലാന്റേഷൻ നടക്കുന്ന സമയത്ത് ഫാസ്റ്റിംഗ് ചെയ്യാമോ എന്നതിനെ പറ്റിയിട്ട്. ഇംപ്ലാന്റേഷൻ എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിൽ ബീജസങ്കലനം കഴിഞ്ഞിട്ട് ഫെർട്ടിലൈസ്ഡ് ആയിട്ട് വന്നിട്ടുള്ള ആ ഒരു അണ്ടം, ഫെർട്ടിലൈസ്ഡ് ആയിട്ട് വന്നിട്ടുള്ള ആ ഒരു എംബ്രിയോ നമ്മുടെ യൂട്രസിന്റെ ലൈനിങ്ങിലോട്ട് അറ്റാച്ച് ആകുന്ന ഒരു പ്രോസസ്സാണ്. ഈ പ്രോസസ്സിൽ നമ്മൾ ശരീരത്തിന് സപ്പോർട്ട് കൊടുക്കേണ്ടത് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. നമുക്ക് കൊടുക്കാൻ പറ്റുന്നത് എന്തൊക്കെയാണോ അത്രയും ഗുണങ്ങൾ ശരീരത്തിന് നമ്മൾ കൊടുക്കുന്നതിനനുസരിച്ചിട്ട് അവിടെ നിന്ന് നമുക്ക് ഔട്ട്പുട്ട് നല്ലതുപോലെ കിട്ടും. കാരണം ഇംപ്ലാന്റേഷൻ നമുക്ക് വേഗം സക്സസ്ഫുൾ ആകും, കുഞ്ഞിന്റെ ഹാർട്ട് ബീറ്റ് നമുക്ക് വേഗം കിട്ടും, കുഞ്ഞിന്റെ ഗ്രോത്ത് നല്ലതുപോലെ ഉണ്ടാകും. ഇങ്ങനെ ഒരുപാട് സപ്പോർട്ട് നമുക്ക് ശരീരത്തിന്റെ ഭാഗത്തു നിന്ന് തിരിച്ചും കിട്ടാനായിട്ട് തുടങ്ങും. അപ്പോൾ എല്ലാവരും ചോദിക്കുന്ന ഒരു കാര്യമാണ്, ഇംപ്ലാന്റേഷൻ നടക്കുന്ന സമയത്ത് ചേച്ചി നല്ല ഫുഡൊക്കെ കഴിക്കണ്ടേ? അപ്പോൾ നമ്മളിപ്പോൾ ഫാസ്റ്റിംഗിൽ നിൽക്കുമ്പോഴേക്കും അങ്ങനെ കഴിക്കാതിരുന്നു കഴിഞ്ഞാൽ ഇനി എനിക്ക് കിട്ടുന്ന പ്രഗ്നൻസി നഷ്ടമായി പോകുമോ എന്ന് ചോദിക്കുന്ന ആളുകളുണ്ട്. അതുപോലെ തന്നെ ഇപ്പൊ ചില ആളുകൾക്ക് ഹസ്ബൻഡ് ഇപ്പോൾ റംസാനൊക്കെ പ്രമാണിച്ച് നാട്ടിലേക്ക് വന്നിട്ടുള്ളവരുണ്ടാകും. അവർക്കൊക്കെ ഈ ഒരു പുണ്യമാസത്തിൽ കുറച്ച് നാളുകൾ ഭർത്താവ് ഒപ്പം നിൽക്കുമ്പോഴേക്കും തിരിച്ചങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ പിന്നെ തിരിച്ച് കാണാനായിട്ട് ഹസ്ബൻഡ് അടുത്ത് വരാനായിട്ട് ഒരുപാട് നാളുകൾ ഉണ്ടാകും. അപ്പോൾ കൊടുക്കേണ്ട ഭക്ഷണം അല്ലെങ്കിൽ കൊടുക്കേണ്ട ഗുണങ്ങൾ ശരീരത്തിന് കൊടുക്കാതിരുന്നു കഴിഞ്ഞാൽ പ്രഗ്നൻസി നഷ്ടമായി പോകുമോയെന്ന് ഒരുപാട് ആളുകൾ വിചാരിക്കുന്നുണ്ട്. അങ്ങനെയുള്ളവർ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മളിപ്പോൾ ഒരുപാട് ഡോക്ടേഴ്സ് ഞാൻ പറഞ്ഞിട്ടില്ലേ, ആ ഒരു ഫാസ്റ്റിംഗ് ചെയ്യുന്നതിന് പ്രശ്നമൊന്നുമില്ല എന്ന് പറയുന്നുണ്ട്. പക്ഷേ ഇംപ്ലാന്റേഷൻ നടക്കുന്ന സമയത്ത് ഫാസ്റ്റിംഗ് ചെയ്യുമ്പോഴേക്കും നിങ്ങൾ ഓവറായിട്ട് ടയേർഡായി പോവുകയാണെങ്കിൽ അങ്ങനെയുള്ള ആളുകൾ ഫാസ്റ്റിംഗ് ചെയ്യേണ്ട ആവശ്യമില്ല എന്നാണ് കേട്ടോ എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം നമ്മൾ പ്രഗ്നൻസി പോസിറ്റീവ് ആകുമ്പോഴേക്കും ഒരുപാട് ആളുകൾ ഭയങ്കരമായിട്ട് വീക്കായി പോകാറുണ്ട്. അവരുടെ ശരീരത്തിൽ പ്രൊജസ്ട്രോൺ ഹോർമോൺ കൂടുന്നതിന്റെ ഭാഗമായിട്ടും മറ്റുള്ള ടയേർഡ്നെസ് നമുക്ക് എക്സ്ട്രീം ആയിട്ട് വരുന്നതിന്റെ ഭാഗമായിട്ടും ചില ആളുകൾ ഭയങ്കരമായിട്ട് അങ്ങോട്ട് ഡൗൺ ആയി പോകും. അങ്ങനെയുള്ള ആളുകൾ ഭക്ഷണം കൂടി കഴിക്കാതെയും വെള്ളം കുടിക്കാതെയും ഒക്കെ ഇരുന്ന് കഴിയുമ്പോൾ ഒന്നും കൂടി അവർ ഡൗൺ ആയി പോകാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. പ്രഗ്നന്റ് ആയിട്ടുള്ള സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ആ ഒരു സ്റ്റേജിലോട്ട് നമ്മൾ ശരീരത്തിനെ കൊണ്ടുവന്ന് എത്തിക്കുന്നത് നല്ലതല്ല. അപ്പോൾ നിങ്ങൾ ഓൾറെഡി നിങ്ങൾക്ക് ടയേർഡ് ആയിട്ട് നിങ്ങൾ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ, അത് ഇംപ്ലാന്റേഷൻ നടക്കുന്ന സമയത്താണ് നിങ്ങൾക്ക് ആ ഒരു ടയർഡ്നെസ് ഫീൽ ചെയ്യുന്നതെങ്കിൽ അങ്ങനെയുള്ള ആളുകൾ ഫാസ്റ്റിംഗിൽ നിന്നൊന്നും വിട്ടു നിൽക്കുന്നത് നല്ലതായിരിക്കും. അതുപോലെ തന്നെ പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് പോസിറ്റീവ് റിസൾട്ട് കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഡോക്ടറുടെ ആ ഒരു നിർദ്ദേശപ്രകാരം നിങ്ങൾക്ക് പോസിറ്റീവ് ആണെങ്കിൽ ഫാസ്റ്റിംഗിൽ ചെയ്യുന്നത് കൊണ്ട് നിങ്ങൾക്ക് പ്രശ്നമൊന്നും ഇല്ലെങ്കിൽ കണ്ടിന്യൂ ചെയ്ത് ഫാസ്റ്റിംഗ് കൊണ്ടുപോകുന്നത് കൊണ്ടൊന്നും പ്രശ്നമില്ല കേട്ടോ. അടുത്തതായിട്ട് എല്ലാവരും ചോദിക്കുന്ന കാര്യമാണ്, ഫാസ്റ്റിംഗ് ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് എന്തെല്ലാം ഫുഡ് ഐറ്റംസ് കഴിക്കണമെന്നുള്ളത്.
സാധാരണ ഒരുപാട് യൂട്യൂബ് വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ട് ഫാസ്റ്റിംഗ് കഴിഞ്ഞിട്ട് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല സമൂസ അല്ലെങ്കിൽ പത്തിരി അല്ലെങ്കിൽ മറ്റുള്ള ചിക്കനിൽ ഫ്രൈ ചെയ്തെടുത്തതായിട്ടുള്ള ഫുഡ് കഴിക്കുക. ചിലരൊക്കെ വീട്ടിൽ തന്നെ പ്രിപ്പയർ ചെയ്ത് എടുക്കുന്നതായിരിക്കും. പക്ഷെ മറ്റു ചില ആളുകൾ എന്നൊക്കെ പറയുമ്പോൾ സമൂസയുടെ റോള് അതെല്ലാം പുറത്തുനിന്ന് മേടിക്കുന്നവരുണ്ട്. അതുപോലെ മറ്റുള്ള ബേക്കറി ഐറ്റംസ് കൂടുതലായിട്ട് നോമ്പുതുറ വിഭവങ്ങൾ പുറത്തുനിന്ന് മേടിച്ച് കഴിക്കുന്നവരുണ്ട്. നിങ്ങൾ പ്രഗ്നൻസി ട്രൈ ചെയ്യുന്ന സമയത്ത് ഓവുലേഷൻ കഴിഞ്ഞിട്ടുള്ളതോ ഇംപ്ലാന്റേഷൻ കഴിഞ്ഞിട്ടുള്ളതോ ആയിട്ടുള്ള സമയങ്ങളിൽ ഇത്തരത്തിലുള്ള ഭക്ഷണങ്ങൾ കഴിക്കാതിരിക്കുക. ഏറ്റവും കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മളിപ്പോൾ വീട്ടിൽ എന്തെല്ലാം ഫുഡ് കഴിക്കുമോ അത് നിങ്ങൾ ഏറ്റവും ആദ്യം എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഏറ്റവും കൂടുതൽ വെജിറ്റബിൾസ് കഴിക്കുന്നത് നല്ലതാണ്. അതുപോലെ ഫ്രൂട്ട്സ് കഴിക്കുന്നത് നല്ലതാണ്. ഫ്രൂട്ട്സിന്റെ ജ്യൂസസ് ആണെങ്കിലും കുടിക്കുന്നത് നല്ലതാണ്. അതുപോലെ ധാരാളം വെള്ളം കുടിക്കുന്നത് നല്ലതാണ്. ഇതെല്ലാം നമുക്ക് ആ ഒരു ശരീരത്തിന് അത്രയും നേരം വരെ നമ്മൾ ഫാസ്റ്റിങ്ങിൽ നിൽക്കുമായിരുന്നല്ലോ, പിന്നെ നമ്മൾ എടുക്കുന്ന ഭക്ഷണം എന്താണോ അതിന്റെ ഗുണമാണ് നമ്മുടെ ശരീരത്തിലെ ഓരോ ഭാഗത്തോട്ടും അബ്സോർബ് ആവാനായിട്ട് തുടങ്ങുന്നത്. ആ സമയത്ത് നമ്മൾ ബേക്കറി പലഹാരങ്ങൾ കൂടുതലായിട്ട് കഴിച്ചാലോ ഫാസ്റ്റ് ഫുഡോ ജങ്ക് ഫുഡോ നമ്മൾ കൂടുതലായിട്ട് കഴിച്ചാലോ അതിൻ്റെ ആ ഒരു കാര്യങ്ങളായിരിക്കും നമ്മുടെ ശരീരത്തിലോട്ട് കൂടുതലായിട്ട് എത്തുന്നത്. അത് ശരീരത്തിൽ എത്തിയെന്ന് വിചാരിച്ചിട്ട് നമുക്ക് ഇംപ്ലാന്റേഷൻ നടക്കാൻ വേണ്ടിയിട്ട് ഒരു സപ്പോർട്ടും കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ ഫാസ്റ്റിംഗ് നടത്തിയിട്ട് അത് ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് കഴിക്കുന്ന ഭക്ഷണം, ഏറ്റവും ആദ്യം എടുക്കുന്ന ഭക്ഷണം എന്താണോ അത് അങ്ങേയറ്റം ഹെൽത്തി ആക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. ഒരുപാട് വെജിറ്റബിൾസ് കഴിക്കുക, അതുപോലെ തന്നെ ഓട്സ് കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇതെല്ലാം നിങ്ങൾക്ക് നല്ലൊരു എനർജി തരുന്ന ഫുഡ് ഐറ്റംസ് ആണ്. അതുപോലെ ഗോതമ്പിന്റെ നമ്മൾ ഗോതമ്പ് പൊടി ഉണ്ടല്ലോ അത് വെച്ചിട്ടുള്ള ഫുഡ് നിങ്ങൾ കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ ബാർലി കഴിക്കുന്നത് നല്ലതാണ്. അതുപോലെ ഫൈബർ റിച്ച് ആയിട്ടുള്ള ഫുഡ് ഐറ്റംസ് കഴിക്കുന്നത് നല്ലതാണ്. നാരുകൾ അടങ്ങിയിട്ടുള്ള പച്ചക്കറികൾ, അതുപോലെ നാരുകൾ അടങ്ങിയിട്ടുള്ള ഫ്രൂട്ട്സ്, ഇതെല്ലാം കൂടുതലായിട്ട് കഴിക്കുന്നത് നമ്മുടെ നമുക്കൊരു എനർജി കിട്ടുന്നതിനും നമ്മൾ ടയേർഡ് ആകുന്നതിനും ഒന്ന് പ്രിവെന്റ് ചെയ്യുന്നതിനും ശരീരത്തിന് വേണ്ടുന്ന റിക്വയർമെന്റ്സ്, ശരീരത്തിന് വേണ്ടുന്ന ന്യൂട്രിയൻസും ഒക്കെ കൃത്യമായിട്ട് സ്റ്റോർ ആക്കി വെക്കുന്നതിനും ഇത് സഹായിക്കുന്നു. അതുപോലെ ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ കഴിക്കേണ്ടതാണ് നട്ട്സ്. ഈന്തപ്പഴം കഴിക്കുന്നതാണെങ്കിലും അല്ലെങ്കിൽ നമ്മൾ അത്തിപ്പഴം കഴിക്കുന്നതാണെങ്കിലും കാഷ്യൂനട്ട് കഴിക്കുന്നതാണെങ്കിലും ബദാം കഴിക്കുന്നതാണെങ്കിലും അത്രയധികം ബെനിഫിറ്റ് ഉള്ള കാര്യമാണ്. അപ്പോൾ നിങ്ങൾ ഏറ്റവും ആദ്യം തന്നെ വെജിറ്റബിൾസ് ഒക്കെ കഴിച്ചതിന് ശേഷം ഇതുപോലുള്ള നട്ട്സ് കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. നട്ട്സ് കഴിക്കുമ്പോഴേക്കും നിങ്ങൾ ഓവർനൈറ്റ് സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ളതോ അല്ലെങ്കിൽ രാവിലെ എടുത്തിട്ട് നിങ്ങൾ കുതിർത്താൻ വെച്ചിട്ടുള്ളതായിട്ടുള്ള ഡ്രൈ ഫ്രൂട്ട്സ് ആണെങ്കിൽ, അതായത് ഇപ്പോൾ കുറച്ച് ഉണക്കമുന്തിരി എടുത്തിട്ട് നമ്മൾ കുതിർത്താനായിട്ട് വെക്കുക, അല്ലെങ്കിൽ കുറച്ച് ബദാം വെക്കുക. അതിൻ്റെ കൂടെ കുറച്ച് ബദാം നിങ്ങൾ വെക്കുമ്പോഴേക്കും ഉണക്കമുന്തിരിയുടെ കൂടെ വെക്കരുത് കേട്ടോ, കാരണം ബദാമിന്റെ തൊലി കളഞ്ഞിട്ട് വേണം നിങ്ങൾ കഴിക്കാനായിട്ട്. അതുപോലെ ഉണക്കമുന്തിരി കുതിർത്താൻ വെക്കുമ്പോൾ ഒപ്പം നിങ്ങൾ ഡ്രൈ ഫിഗ്, അതായത് ഉണങ്ങിയിട്ടുള്ള അത്തിപ്പഴം കുതിർത്താനായിട്ട് വെക്കുന്നതും നല്ലതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് അത് രണ്ടും കൂടി ഒരുമിച്ച് കുടിക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ബദാം കുതിർത്തി കഴിക്കുന്നതും ബദാമിന്റെ തൊലി കളഞ്ഞിട്ട് കഴിക്കുന്നതും അതുപോലെ കാഷ്യൂനട്ട് കഴിക്കുന്നതും ഒക്കെ നല്ലതായിരിക്കും കേട്ടോ. ഇതെല്ലാം ആ ഒരു വെജിറ്റബിൾസ് ഒക്കെ ഫ്രൂട്ട്സും ഒക്കെ എടുത്തതിന് ശേഷം നിങ്ങൾ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, സാധാരണ ആളുകൾ എംപ്റ്റി സ്റ്റൊമക്കിൽ ഉണക്കമുന്തിരിയുടെ വെള്ളം കുടിക്കാറുണ്ട്. നിങ്ങൾക്ക് ഒരുപാട് നേരം നിങ്ങൾ ഫാസ്റ്റിങ്ങിൽ നിന്നിട്ട് ആ ഒരു വെള്ളം കുടിക്കണമെന്നില്ല. ചില ആളുകൾക്ക് ചിലപ്പോൾ അത്രയും നേരം വരെ അവർ ഫാസ്റ്റിങ്ങിൽ നിൽക്കുകയല്ലേ, അപ്പോൾ ചിലപ്പോൾ ബുദ്ധിമുട്ടുള്ള അസ്വസ്ഥതകളൊക്കെ ഉണ്ടാവാനായിട്ട് ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നിങ്ങൾ ആദ്യം തന്നെ മറ്റേതെങ്കിലും ഫുഡ് ഐറ്റംസ് ഒക്കെ കഴിച്ചിട്ട് ഇത് ഉണക്കമുന്തിരി വെള്ളം കുടിച്ചാൽ മതിയായിരിക്കും കേട്ടോ. അതുപോലെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഹൈ ഷുഗറും ഹൈ ഫാറ്റും അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ ഈ ഒരു ഫാസ്റ്റിംഗ് ബ്രേക്ക് ചെയ്യുന്ന സമയം മുതൽ നിങ്ങൾ കഴിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. ചില ആളുകൾ ജ്യൂസ് വീട്ടിൽ തന്നെ ഉണ്ടാക്കി കഴിക്കുന്നവരുണ്ട്. അങ്ങനെയുള്ളവരൊക്കെ കുറച്ചായിരിക്കും ഷുഗർ ആഡ് ചെയ്യുന്നത്. പക്ഷെ മറ്റു ചില ആളുകൾ മറ്റുള്ള ബിവറേജസ് പുറത്തുനിന്ന് മേടിച്ചിട്ട് കുടിക്കാറുണ്ട്. അതായത് നമ്മൾ ബിവറേജ് എന്ന് പറയുമ്പോഴേക്കും നമ്മൾ ഇപ്പോൾ കൊക്കക്കോള ആണെങ്കിലും അല്ലെങ്കിൽ മറ്റുള്ള സ്ലൈസ്, 7up, പെപ്സി, മൗണ്ടൻ ഡ്യൂ ഇങ്ങനെയുള്ള ഒരുപാട് ഡ്രിങ്ക്സ് മേടിച്ചിട്ട് കുടിക്കാറുണ്ട്. ഇത് കുടിക്കുന്നതും നിങ്ങളുടെ ആ ഒരു ഷുഗറിന്റെ ലെവൽ ഇൻക്രീസ് ചെയ്യുന്നതിന് കാരണമാകുന്നു. അതുകൊണ്ട് ഈ ഐറ്റംസ് ഒക്കെ നിങ്ങൾ ആ ഒരു ഫാസ്റ്റിംഗ് കഴിഞ്ഞതിന് ശേഷം ഉപയോഗിക്കുന്നത് കുറയ്ക്കുക കേട്ടോ. അതുപോലെ തന്നെ ചില ആളുകൾ ഓവുലേഷൻ നടക്കാൻ വേണ്ടിയിട്ട് ഗ്രാമ്പു വെള്ളം കുടിക്കുന്നവരുണ്ട്. ഇവരും ഈ ഒരു ഭക്ഷണം ഇപ്പോൾ നിങ്ങൾ വെള്ളം കുടിച്ചിട്ടായിരിക്കുമല്ലോ അത് ബ്രേക്ക് ചെയ്യുന്നത്, അതിനുശേഷം നിങ്ങൾ തൊട്ടടുത്ത് തന്നെ ഗ്രാമ്പു വെള്ളം കുടിക്കുന്നതും ആ ബെനിഫിറ്റ് ഒക്കെ ശരീരത്തിലോട്ട് എത്താൻ വേണ്ടിയിട്ട് സഹായിക്കും. നോക്കൂ, നിങ്ങൾ അത്രത്തോളം എനർജറ്റിക് ഇരിക്കുന്ന ആ ഒരു സമയങ്ങളിലൊക്കെ ഗ്രാമ്പു വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ അപ്പം തന്നെ നിങ്ങൾക്ക് ആ ബെനിഫിറ്റ് ഒക്കെ ശരീരത്തിലോട്ട് കിട്ടും. അതുകൊണ്ട് നിങ്ങൾക്ക് ബാക്കിയുള്ള ടയർഡ്നെസ് ഒന്നും ഫീൽ ചെയ്യുന്നില്ലെങ്കിൽ ഇതെല്ലാം എടുക്കുന്നത് കൊണ്ടൊന്നും പ്രശ്നമില്ല. ഫാസ്റ്റിംഗ് ഒക്കെ നിങ്ങൾക്ക് ചെയ്യാം. കാരണം നിങ്ങളെ സംബന്ധിച്ച് ഏറ്റവും പുണ്യമായിട്ടുള്ളൊരു മാസമാണല്ലോ ഇത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ മസ്റ്റായിട്ട് ശ്രദ്ധിക്കണം. നിങ്ങളും നിങ്ങളുടെ ദൈവവും ഏറ്റവും കൂടുതൽ അടുത്ത് നിൽക്കുന്ന ഒരു മാസമാണിത്. അതുകൊണ്ട് നിങ്ങൾ എന്ത് പ്രാർത്ഥിച്ചാലും ദൈവം അത് തരാനായിട്ടും ബാധ്യസ്ഥനായിട്ടിരിക്കുന്ന സമയമായിരിക്കും അത്. കാരണം നമ്മൾ ദൈവത്തെ പ്രാർത്ഥിച്ച് അത്രത്തോളം വ്രതമൊക്കെ അനുഷ്ഠിച്ചാണ് ഈ ഒരു സമയങ്ങളിൽ നിങ്ങൾ കടന്നു പോകുന്നതല്ലോ.
അതുകൊണ്ട് നിങ്ങളുടെ മൈൻഡ് നിങ്ങൾ അങ്ങേയറ്റം ക്ലീൻ ആക്കി വെക്കുക. ഒരു തരത്തിലുള്ള സ്ട്രെസ്സും ഇല്ലാതെ നല്ലതുപോലെ സമയം എടുത്ത് മെഡിറ്റേഷൻ ചെയ്ത് നിങ്ങൾ പ്രാർത്ഥിക്കുക. ദൈവവുമായിട്ട് ഡയറക്റ്റായിട്ട് നിങ്ങൾ സംസാരിക്കാനായിട്ട് നിൽക്കുക. അടുത്ത തവണ ഈ ഒരു വ്രതം എടുക്കുന്ന സമയത്ത് എൻ്റെ അടുത്ത് ഒരു കുഞ്ഞുണ്ടായിരിക്കണേ ദൈവമേ എന്നുള്ള കാര്യം നിങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുക. നിങ്ങളത് ദുആ ചെയ്യുക. ഉറപ്പായിട്ടും നിങ്ങൾക്ക് ആ ഒരു റിസൾട്ട് കിട്ടാനായിട്ട് അത് സഹായിക്കും കേട്ടോ. കാരണം ഈ സമയങ്ങളിൽ നമുക്ക് സ്ട്രെസ് ഭയങ്കര കുറവായിരിക്കും. നമ്മൾ പീസ്ഫുൾ ആയിട്ടിരിക്കുന്ന സമയമായിരിക്കും. അത് മാക്സിമം നിങ്ങൾ എക്സ്പ്ലോർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. ഓൾമോസ്റ്റ് ഈ ഒരു വിഷയം ഞാൻ കമ്മ്യൂണിറ്റി ടാബിൽ പോസ്റ്റ് ചെയ്തപ്പോഴേക്കും എല്ലാവരും തന്നിട്ടുള്ള ഒരു എന്താ പറയുക കാര്യങ്ങളിലോട്ട് അതായത് ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് ആൻസർ ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന് വിചാരിക്കുന്നു. കാരണം ഒരുപാട് പേര് ഈ ഒരു വീഡിയോ വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ചിലർ ചോദിച്ചിട്ടൊരു സംശയമാണ്, നോമ്പ് എടുക്കുന്നത് എഗ് ഗ്രോത്തിനെ അഫക്റ്റ് ചെയ്യുമോ എന്നുള്ള കാര്യം. ഒരിക്കലും ഇല്ല കേട്ടോ. നമ്മൾ ആ ഒരു ഇതെടുത്തു കഴിഞ്ഞാൽ, ഒരു വ്രതം എടുത്തു കഴിഞ്ഞാൽ നമ്മൾ അതിനുശേഷം കഴിക്കുന്ന കാര്യങ്ങളും അങ്ങറ്റം ബെനിഫിറ്റ് ഉള്ളതാണെങ്കിൽ നമ്മൾ അത് ഒരിക്കലും എഗ് ഗ്രോത്തിനെ അഫക്റ്റ് ചെയ്യില്ല കേട്ടോ. അത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഫാസ്റ്റ് ഫുഡും ജങ്ക് ഫുഡും ഒക്കെ കഴിക്കുന്നത് നിങ്ങൾ കുറയ്ക്കുക. ഹെൽത്തി ആയിട്ടുള്ള ഭക്ഷണങ്ങൾ മാത്രം കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. പിന്നെ ഒരുപാട് പേര് ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ചോദിച്ചിരിക്കുന്നത്. ഒരുപാട് പേര് വീഡിയോ വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയൊക്കെയാണ് എല്ലാവരും ചോദിച്ചിട്ടുള്ള കാര്യങ്ങൾ. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമുണ്ട്. ഈ ഒരു നോമ്പ് എടുക്കുന്ന സമയങ്ങളിൽ നിങ്ങൾ പ്രിനേറ്റൽ വിറ്റമിൻസ് കഴിക്കുക. കാരണം നിങ്ങൾക്ക് വേണ്ടുന്ന റിക്വയർമെന്റ്സ് ശരീരത്തിലോട്ട് എത്തിക്കാൻ പറ്റിയിട്ടില്ലെങ്കിലും അയണും കാൽസ്യവും ഫോളിക് ആസിഡും ഒക്കെ അടങ്ങിയിട്ടുള്ള മെഡിസിൻസും അതുപോലെ മൾട്ടി വിറ്റമിൻ മെഡിസിൻസും ഒക്കെ നിങ്ങൾ എടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ ഭക്ഷണത്തിലൂടെ എത്തിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും മെഡിക്കേഷനിലൂടെ നിങ്ങളുടെ അണ്ടം വളരാൻ വേണ്ടിയിട്ടും ഇംപ്ലാന്റേഷൻ നടക്കാൻ വേണ്ടിയിട്ടൊക്കെയുള്ള സപ്പോർട്ട് ശരീരത്തിന് കൊടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നോമ്പ് എടുക്കുന്ന ആളുകൾ മസ്റ്റായിട്ട് പ്രിനേറ്റൽ വിറ്റമിൻസ് കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇത് നിങ്ങൾ മെഡിക്കൽ സ്റ്റോറിൽ പോയി മേടിച്ച് കഴിക്കാതെ ഒരു ഹെൽത്ത് സെന്ററിൽ സമീപിക്കുകയോ അല്ലെങ്കിൽ ഓൾറെഡി നിങ്ങൾക്ക് ഡോക്ടർ അതിന്റെ പ്രിസ്ക്രിപ്ഷൻ തന്നിട്ടുണ്ടെങ്കിൽ ആ മെഡിസിൻ തന്നെ നിങ്ങൾ കണ്ടിന്യൂ ചെയ്ത് കഴിക്കാനായിട്ടും ശ്രദ്ധിക്കുക കേട്ടോ. ഡയറക്റ്റ് ആയിട്ട് മെഡിക്കൽ സ്റ്റോറിൽ പോയി നിങ്ങൾ മേടിച്ച് കഴിക്കരുത്. കാരണം നിങ്ങളുടെ ശരീരത്തിന്റെ റിക്വയർമെന്റ്സ് അനുസരിച്ചിട്ട് വേണം നിങ്ങൾ ഇത്തരത്തിലുള്ള മൾട്ടി വിറ്റമിനുകൾ എടുക്കാൻ വേണ്ടിയിട്ടോ. ആ കാര്യം കൂടി ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഞാൻ പറഞ്ഞതുപോലെ തന്നെ അടുത്തൊരു വ്രതം നിങ്ങൾ അനുഷ്ഠിക്കുന്ന സമയത്ത് നിങ്ങളുടെ അടുത്ത് നിങ്ങളുടെ ഒരു കുഞ്ഞും ഉണ്ടാവും കേട്ടോ. നമുക്കത് ദൈവത്തിനോട് പ്രാർത്ഥിക്കാം. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഇത്രയേ ഉള്ളൂ വീഡിയോ. യൂസ്ഫുൾ ആയി കാണുമെന്ന് വിശ്വസിക്കുന്നു. യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ്സിൽ ചോദിക്കുക. പണ്ടത്തെ വീഡിയോയ്ക്ക് കമന്റ്സ് ഇടുന്നവർക്ക് റിപ്ലൈ ലഭിക്കുന്നില്ലെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ട് ഞാൻ ഏത് വീഡിയോ ആണോ അപ്ലോഡ് ചെയ്യുന്നത് അതിന് താഴെ കമന്റ് ഒന്ന് കോപ്പി പേസ്റ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അതുപോലെ ഓവുലേഷൻ ഡേറ്റ് കാൽക്കുലേറ്റ് ചെയ്ത് തരാനായിട്ട് റിക്വസ്റ്റ് ചെയ്യുന്ന ആളുകൾ എത്രയാണോ സൈക്കിൾ ലെങ്ത് അത് മെൻഷൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. സൈക്കിൾ ലെങ്ത് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് ഓരോ മാസവും എത്ര ദിവസം കൂടുമ്പോഴാണോ ബ്ലീഡിങ് വരുന്നത് അതാണ് സൈക്കിൾ ലെങ്ത്. കഴിഞ്ഞ മാസം ഒരു 8-ാം തീയതിയാണ് ബ്ലീഡിങ് ആയതെങ്കിൽ ഈ മാസം 6-ാം തീയതിയാണ് ബ്ലീഡിങ് ആയതെങ്കിൽ കഴിഞ്ഞ മാസം 8-ാം തീയതി മുതൽ ഈ മാസം 6-ാം തീയതി വരെ എത്ര ദിവസമുണ്ടോ അത് കാലണ്ടറിൽ എണ്ണി തിട്ടപ്പെടുന്നതാണ് നിങ്ങളുടെ സൈക്കിൾ ലെങ്ത്. സൈക്കിൾ ലെങ്ത് നമ്മൾ കൃത്യമായിട്ട് കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ ഓവുലേഷൻ ഡേറ്റ് എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ആപ്ലിക്കേഷൻസും ഒരുപാട് ഓൺലൈൻ ആയിട്ടുള്ള വെബ്സൈറ്റുകളും ഇന്ന് നമുക്ക് അവൈലബിൾ ആണ്. പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഓൺലൈൻ ഓവുലേഷൻ ട്രാക്കർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആപ്ലിക്കേഷൻസ് കിട്ടും. അത് പറ്റുന്നില്ല എങ്കിൽ ഗൂഗിളിൽ പോയിട്ട് ഓൺലൈൻ ഓവുലേഷൻ കാൽക്കുലേറ്റർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വെബ്സൈറ്റുകൾ നിങ്ങൾക്ക് കിട്ടും. അതിൽ നിങ്ങളുടെ ലാസ്റ്റ് മന്തിലെ മെൻസ്ട്രേഷൻ്റെ ഡേറ്റും ഒപ്പം ഞാൻ ഈ പറഞ്ഞ രീതിക്ക് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന സൈക്കിൾ ലെങ്ത്തും എൻ്റർ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഓവുലേഷൻ ഡേറ്റ് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. ഫെർട്ടൈൽ ടൈം പീരീഡും നിങ്ങൾക്ക് കിട്ടും. അതായത് എത്ര ദിവസം മുതൽ കോൺടാക്ട് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ പ്രഗ്നൻ്റ് ആകും എന്നുള്ളൊരു ഡേറ്റും നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് കിട്ടും കേട്ടോ. ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് സൈക്കിൾ ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ആ ഒരു കലണ്ടറിൽ നോക്കി തന്നെ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുക. പല മാസങ്ങളിലും 30-31 ദിവസമുണ്ട്. അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. ഒപ്പം നിങ്ങൾക്ക് ബ്ലീഡിങ് തുടങ്ങിയ ദിവസത്തിന് വേണം നിങ്ങൾ ഡേ 1 ആയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. സ്പോട്ടിങ് തുടങ്ങിയ ദിവസത്തിനെ അതായത് ചെറുതായിട്ട് ഡിസ്ചാർജ് പോയി തുടങ്ങിയ ദിവസത്തിനെ നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ട ആവശ്യം ഇല്ല കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.